അപ്പോൾ വളരെ ചെറിയ പമ്പാണ്. നമ്മുടെ പി വി സി പൈപ്പിൻ്റെ അകത്തേക്ക് ആക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ പി വി സി പൈപ്പിൽ വേറൊരു പമ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ആക്കാറ്. അപ്പോൾ ചെറിയൊരു ബാഗ് എടുത്ത് ആക്കിയതാ. കട്ടിലിൽ ആ ബാഗിലൊരു പമ്പുണ്ട്. കട്ടിലുമ്പോൾ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് വേണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തോന്നി വേണ്ടപ്പോൾ പേടിപ്പിക്കണ്ട. എന്നാലും ഇങ്ങനെ അടങ്ങി ഒതുങ്ങി എത്ര നേരമായി? ഒരു 15-20 മിനിറ്റായി ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കുന്നു. തലയുള്ളിലാക്കിട്ടേ ഒളിച്ചിരിക്കുന്നു. ഒരു ഇഷ്ടിക വേണം. ഇഷ്ടിക അല്ലെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ള എന്തായാലും മതി. ഇഷ്ടിക ചോദിച്ച് വീഡിയോ കാണുന്നവരും മടുത്തു. എൻ്റെ വീഡിയോയിൽ എല്ലാവരും പറയേ മതി. ഇത് കൊണ്ടുവരിക. കാരണം ഇവിടെ നനവുണ്ടേ. അപ്പൊ ബാഗ് നനയണ്ട വെച്ചിട്ടാ. ബാഗ് നനയണ്ട. ഇത് കുറച്ച് ഓക്കെ. അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ നമുക്ക് സാധാരണ ചുമര് പാമ്പുകളൊക്കെ കിട്ടാറുണ്ട്. നേരത്തെ കണ്ടില്ലേ ആ പാമ്പുകളൊക്കെ ഇതിന്. അത് പേടിക്കണ്ട. അത് ഇവിടെ നിന്നാണ് കിട്ടിയത്. അപ്പോൾ സ്നേക് മാനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ അയ്യന്തോളാണ്. അയ്യന്തോൾ കളക്ടറേറ്റിന്റെ മുമ്പിലുള്ള വഴിയിലാണ്. ഇവിടെ എത്ര മണിക്ക് കണ്ടേ? രാവിലെ എന്നെ കണ്ടപ്പോഴാണ് എന്നെ വിളിച്ചത്. ചേട്ടനാണോ? പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പൊ ഏതാണ്ട് ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. സംഭവം ഈ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ വാഷിംഗ് നമുക്ക് ഇതിൽ കാണാം, വീഡിയോയിൽ കാണാം. ഈ വാഷിംഗ് മെഷീൻ്റെ പുറകിലെ പൈപ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓയിൽ തിരിക്കുകയാണ്. ഇത്ര നേരമായിട്ട് പാമ്പ് അനങ്ങിയിട്ടില്ല. അങ്ങനെ തന്നെ നമുക്ക് നോക്കുമ്പോൾ തല ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കണ്ണ് മാത്രം കാണാം. അപ്പം പാനിക്കായിട്ട് വളരെ എന്താ പറയുക, ഞാൻ വളരെ ഹൈഡ് ഔട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഫീലിലാണ് ഇപ്പോൾ പാമ്പിരിക്കുന്നത്. ഇവരാരും വേറെ ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോയിട്ടില്ല. അത് കാരണം കൊണ്ട് തന്നെ വേറെ എങ്ങോട്ട് അനങ്ങിയിട്ടില്ല. പാമ്പ് വരാനുള്ള കാരണം മിക്കവാറും ഒന്നല്ലെങ്കിൽ ഇവിടെ വെന്റിലേഷൻ്റെ മറ്റേ ഫാനുണ്ട്. അപ്പോൾ ആ ഫാൻ വഴി അവിടെ പുറത്തെന്തെങ്കിലും മരങ്ങളൊന്നും അത് മുറ കീറിയിട്ട് മുകളിൽ നിന്ന് താഴേക്ക് വീഴാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേതെങ്കിലും ജനല വഴി ഒക്കെ ഉള്ളിൽ വന്ന് പെട്ടിട്ട് അവിടെ നിന്ന് എങ്ങനെയോ വന്ന് ഇതിനകത്തേക്ക് വന്ന് ഹൈഡ് ഔട്ട് ചെയ്തതാണ്. ഇതാണ് ഇവിടെ സാധ്യതയുള്ളൂ. പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ ഡ്രെയിനേജ് പൈപ്പ് എവിടേക്കാണ് പോകുന്നത്? ഇല്ല, അത് വേറെ എവിടേക്കില്ല. പിന്നെ വിളിക്കാൻ പോണേ. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് ക്ലോസ് ആണ്. അപ്പം എന്തായാലും ചെറിയൊരു മൂർഖനാണ്, അത്ര വലിപ്പമൊന്നുമില്ല. നമ്മൾ പൈപ്പും ബാഗും ബാത്റൂമിൽ ഇവിടെ നമ്മൾ ബാഗ് വയ്ക്കുന്നില്ല, പുറത്ത് തന്നെ വയ്ക്കുകയാണ്. എന്തായാലും നമുക്ക് റെസ്ക്യൂലേക്ക് ഇറങ്ങാം. ഇതിന് ഉഷാറ് കുറവൊന്നുമില്ല. അങ്ങനെ ഹൈഡ് ഔട്ട് ചെയ്തിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ വയറ്റിൽ ഭക്ഷണമൊന്നുമില്ല കേട്ടോ. ഇല്ല. ഇരിക്കുന്നതിന്റെ കാരണം അറിയോ? ഒന്ന് ടൈൽസ് അല്ലേ, അവർക്ക് ഇഴയാനായിട്ട് കംഫർട്ടല്ല. അപ്പൊ അതുകൊണ്ട് അവര് പത്തി കാണിക്കില്ല. അത് നമ്മൾ പ്രൊവോക്ക് ചെയ്താൽ മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് പ്രൊവോക്കേഷൻ ഒന്നുമില്ല. നമ്മൾ എത്രയും സേഫായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് മാത്രം. അപ്പോൾ വളരെ ചെറിയ പമ്പാണ്. നമ്മുടെ പി വി സി പൈപ്പിൻ്റെ അകത്തേക്ക് ആക്കാനുള്ളതേ ഉള്ളൂ. പക്ഷേ പി വി സി പൈപ്പിൽ വേറൊരു പമ്പുള്ളതുകൊണ്ടാണ് നമ്മൾ അതിലേക്ക് ആക്കാറ്. അപ്പോൾ ചെറിയൊരു ബാഗ് എടുത്ത് ആക്കിയതാ. കട്ടിലിൽ ആ ബാഗിലൊരു പമ്പുണ്ട്. കട്ടിലുമ്പോൾ കയറിയപ്പോൾ ഞാൻ ഫസ്റ്റ് വേണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ തോന്നി വേണ്ടപ്പോൾ പേടിപ്പിക്കണ്ട. അതിൽ കുഴപ്പമില്ല. അതിനുള്ളിൽ പൈപ്പിൻ്റെ ഉള്ളില്ല, അതിൻ്റെ അവിടെ അത് ചുമര് പാമ്പ്. അതായത് ഈ സെയിം അല്ല, വേറൊരു റസൽ സൂൾട്ട്നെക്ക് എന്ന് പറയുന്ന
നമ്മുടെ ഈ ഡോറിന്റെ ഒക്കെ കളറുള്ള ഒരു പാമ്പുണ്ട്, തവിടം ചുരുട്ട, വിഷമില്ലാത്തതാണ്. ഇതൊക്കെ ഈ പാമ്പുകളൊക്കെ വീടിനകത്ത് ഉണ്ടാവും സാധാരണ കാണുന്ന. മൂർഖനൊക്കെ അബദ്ധവശം ഒന്ന് കയറുന്നതാണ്. പക്ഷേ ഈ പാമ്പുകളുടെ മെയിൻ ഫുഡ് എന്ന് പറഞ്ഞാൽ പല്ലികളാണ്. അപ്പൊ അതിനെ പിടിക്കാനായിട്ട് ഒരു വീടിനകത്തൊക്കെ സാധാരണ കാണുന്ന പാമ്പ്, വിഷമില്ലാത്തതാണ്. ഈ കെട്ടും വെള്ളിയും പുള്ളിക്ക് കാട്ടിനെ കൊണ്ട് ഒന്നല്ലെങ്കിൽ അണലി അല്ലെങ്കിൽ വെള്ളിക്കെട്ടിനാണെന്ന് തെറ്റി. ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വാസമായിട്ടില്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ സ്നേക് പീഡിയ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് ആണെങ്കിൽ കേരളത്തിലാവുമ്പോൾ എന്നുള്ള ഗ്രൂപ്പ്, അതിലൊക്കെ നിങ്ങൾ ആക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പാമ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ, എന്തായാലും നിർത്തിയൊരു ചെറിയ വീഡിയോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ജോജു സൈനിങ്.